ഹായ് ഹലോ വെൽക്കം ടു ട്രൂ ഇവാൻ. ഞാൻ പ്രശാന്ത്. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. അതില് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസ് എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. 9 നൈബറിംഗ് കൺട്രീസ് ഉണ്ട്, 7 കരാതിർത്തി പങ്കിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്. എന്നാൽ അടുത്തൊരു ചോദ്യം ഞാൻ നമ്മളോട് ചോദിക്കുകയാണ്. അതായത് കരാതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം ഈ ചോദ്യം. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാനങ്ങളിലെ എത്ര സംസ്ഥാനങ്ങൾക്കാണ് അന്താരാഷ്ട്ര അതിർത്തി ഉള്ളത്, അല്ലെങ്കിൽ കരാതിർത്തി പങ്കിടുന്ന ഈ 7 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഈ ചോദ്യം പലർക്കും കൃത്യമായിട്ട് അറിയില്ല. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ 7 രാജ്യങ്ങളുണ്ടല്ലോ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നത്. ഈ 7 രാജ്യങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളുമായിട്ടാണ്, ഇന്ത്യയിലെ ഏതെല്ലാം പ്രദേശങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? അപ്പൊ വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കപ്പോ ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. സോ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ കരാതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 16 സംസ്ഥാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. അതായത് 28 സംസ്ഥാനങ്ങളിൽ 16 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലെങ്കിൽ കരാതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഈ പറഞ്ഞ 16 സംസ്ഥാനങ്ങൾ? നമുക്ക് ഇതൊരു ഓർഡറിൽ തന്നെ നമുക്ക് പഠിച്ചു പോകട്ടോ. ബിക്കോസ് പലരും പലയിടത്തു നിന്നും അവിടുന്ന് കുറച്ച് സംസ്ഥാനങ്ങൾ, ഇവിടുന്ന് കുറച്ച് സംസ്ഥാനങ്ങൾ, ആ രീതിയിലാണ് സാധാരണ രീതിയിൽ പഠിക്കുക. നമുക്ക് അങ്ങനെ വേണ്ട. കൃത്യമായിട്ട് ഈ 16 എണ്ണം ഒരു ഓർഡറിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ആ ഓർഡർ ഞാനിവിടെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഓർഡർ എങ്ങനെയാണ്? ആദ്യം ഒരു 7 സംസ്ഥാനം, പിന്നീട് ഒരു 3 സംസ്ഥാനം, ദെൻ ഒരു 6 സംസ്ഥാനം. ഓക്കെ, സോ 7, 3, 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ ശ്രദ്ധിച്ചോണേ, ആദ്യത്തെ 7 എണ്ണം, ആ 7 സംസ്ഥാനങ്ങളെ നമ്മൾ പൊതുവിൽ വിളിക്കുന്നത് സപ്ത സഹോദരിമാർ അല്ലെങ്കിൽ 7 സിസ്റ്റേഴ്സ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു ഓർഡറിൽ പഠിക്കാം. അതും ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ നമുക്ക് പഠിക്കാം. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. തുടങ്ങുന്നത് നമുക്കറിയാം എ എന്ന അക്ഷരത്തിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. അരുണാചൽ പ്രദേശ്, ആസാം. കൃത്യമായി ശ്രദ്ധിക്കുക. അരുണാചൽ. സോ ഒന്നാമത്തെ സംസ്ഥാനം അരുണാചൽ. രണ്ടാമത്തെ സംസ്ഥാനം അസം. സോ ഇപ്പൊ ഞാൻ പോകുന്നത് ഈ 7 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ പറയുന്നത് സപ്ത സഹോദരിമാർ എന്ന് പറയുന്നത് അല്ലെ. ശരി, മൂന്നാമത്തെ സംസ്ഥാനം 3, 4, 5. ശ്രദ്ധിച്ചോണേ, എ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അക്ഷരം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എം ആണ്. എം എന്ന് 3 സംസ്ഥാനങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാം. ഒന്ന് മണിപ്പൂർ. സോ അടുത്തത് മിസോറാം, ദെൻ മേഘാലയ. ഓക്കെ, സോ 5 സംസ്ഥാനങ്ങളായില്ലേ. ഇനി 6ഉം 7ഉം, 6ാമത്തെയും 7ാമത്തെയും ശ്രദ്ധിച്ചോണേ. എം കഴിഞ്ഞാൽ പിന്നീട് ഏതാണ്? എൻ അല്ലെ. എൻ ഫോർ നാഗാലാൻഡ്. എൻ ഫോർ നാഗാലാൻഡ്. ഇനി ഒരാൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ. ആരാണ്? ത്രിപുര. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ 7 സംസ്ഥാനങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ് 7 സിസ്റ്റേഴ്സ്. അപ്പൊ നോക്കിക്കോണേ, പ്രീവിയസ് ഇയറിൽ ഒരു ചോദ്യം വന്നതാണ്. അതായത് 7 സിസ്റ്റേഴ്സിൽ, സപ്ത സഹോദരിമാരിൽ സിക്കിം എന്ന സംസ്ഥാനം ഉൾപ്പെടുന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതാണ് പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ. ഇപ്പൊ തന്നെ പഠിച്ചോളെ, സിക്കിം ഈ 7 സിസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നില്ല. അതായത് സപ്ത സഹോദരിമാരിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ ആണല്ലോ. സിക്കിം ഇതിൽ വരും, പക്ഷെ 7 സിസ്റ്റേഴ്സിൽ എന്ത് ചെയ്യുന്നില്ല? സിക്കിം ഉൾപ്പെടുന്നില്ല. അപ്പൊ 7 സംസ്ഥാനങ്ങൾ ക്ലിയർ ആയി. ക്ലിയർ കട്ടായിട്ട് തന്നെ ശ്രദ്ധിച്ചോണേ. ഇത് 7 എണ്ണം അതേ ഓർഡറിൽ തന്നെ പഠിക്കുക. അരുണാചൽ, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ദെൻ നാഗാലാൻഡ്, ത്രിപുര. 7 എണ്ണമായല്ലോ. ഇനി നമുക്ക് ആ 3 എണ്ണത്തിലേക്ക്, നമ്മൾ പറഞ്ഞ അടുത്ത 3 എണ്ണത്തിലേക്ക് പോകാം. നോക്കിക്കോട്ടെ. അപ്പൊ ആ അടുത്ത 3 എണ്ണം എന്ന് പറയുന്നത്, അപ്പൊ 7 എണ്ണം കഴിഞ്ഞു, 7 എണ്ണം നമ്മൾ പഠിച്ചു. അടുത്ത 3 എണ്ണത്തിലേക്ക് പോകുന്നു. ഈ 3 എണ്ണം ഇന്ത്യയിലെ വെസ്റ്റേൺ ഭാഗത്ത് ഉള്ള പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനങ്ങൾ. ഓർത്തു വെച്ചാൽ 3 സംസ്ഥാനങ്ങൾ, പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനങ്ങൾ. ഓക്കെ, സോ ഞാൻ 8, 9, 10 എഴുതുന്നുണ്ട് കേട്ടോ. 8, 9, 10. ഓക്കെ, അതായത്
ആദ്യം ഗുജറാത്ത്. നമുക്ക് താഴ്ന്ന് മുകളിലേക്ക് പോകാം. ഗുജറാത്തിൽ നിന്ന് മുകളിലേക്ക് രാജസ്ഥാൻ, പിന്നീട് 10ാമതായിട്ട് വരുന്നത് പഞ്ചാബ്. ഓക്കെ, പഞ്ചാബ്. സോ ഈ 3 സംസ്ഥാനങ്ങൾ. അപ്പൊ 7 3 നമ്മളിപ്പോ പഠിച്ചു. 7 3 10. ഇനി 6 സംസ്ഥാനങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് അല്ലെ. പഞ്ചാബും ഞാൻ ഈസ്റ്റിലേക്ക് പോകണം. തൊട്ടടുത്ത സംസ്ഥാനം പഞ്ചാബ് എന്ന സംസ്ഥാനം ഞാൻ കിഴക്കോട്ട് പോകണം. തൊട്ടടുത്ത സംസ്ഥാനം 11, 12, 13, 14, 15, 16. ഇനി 16 നമുക്ക് ഇനി ബാക്കിയുള്ള 16. ഓക്കെ, നോക്കിക്കോണേ. പഞ്ചാബും ഞാൻ തൊട്ടിപ്പുറത്ത് അതേ ഓർഡറിൽ തന്നെ പഠിക്കാം. ഹിമാചൽ പ്രദേശ്. ഓക്കെ, ദെൻ ഹിമാചൽ പ്രദേശ് തൊട്ട് താഴേക്ക് ഇറങ്ങും. അപ്പോ ഉത്തരാഖണ്ഡ്. ഓക്കെ, ദെൻ വരുന്നു ഉത്തർപ്രദേശ്, UP. തൊട്ട് താഴെ യുപിക്ക് കിഴക്ക് വശത്തേക്ക് വരുന്ന സമയത്ത് ബീഹാറാണ് കേട്ടോ. ബീഹാറാണ്. ഓക്കെ, ഓർത്തു വെക്കുക. പിന്നീട് നമുക്ക് 15ാമത്തെയും 16ാമത്തെയും സംസ്ഥാനം സിക്കിം. ഓക്കെ, സിക്കിം ആൻഡ് വെസ്റ്റ് ബംഗാൾ. 16 സംസ്ഥാനങ്ങളായില്ലേ. ഈ 16 സംസ്ഥാനങ്ങളാണ് അന്താരാഷ്ട്ര അതിർത്തി അല്ലെങ്കിൽ കരാതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി മറക്കില്ലല്ലോ, നമുക്ക് ഈ 16 സംസ്ഥാനങ്ങളും മാപ്പിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ 16 സംസ്ഥാനങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ആ ഓർഡറിൽ തന്നെ പഠിക്കാം. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. അപ്പൊ ഈ 7 എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 7 സിസ്റ്റേഴ്സ്. ദെൻ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, വെസ്റ്റ് ബംഗാൾ. ഈ 16 സംസ്ഥാനങ്ങൾ. ഓക്കെ ആണല്ലോ. ഈ 16 സംസ്ഥാനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാപ്പ് സ്റ്റഡിയിലേക്ക് പോകുന്നു. മാപ്പിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നു കേട്ടോ. ഇതേ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. സോ ആദ്യം നമ്മൾ പഠിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. 1 അരുണാചൽ പ്രദേശ്, 2 അസം, ഓക്കെ, 3 മേഘാലയ, 4 മണിപ്പൂർ, 5 മിസോറാം, ഓക്കെ, 6 നാഗാലാൻഡ്, 7 ത്രിപുര ആണല്ലോ. ഓക്കെ, ഇനി നോക്കിക്കോണേ. 8 ഗുജറാത്ത്, 9 രാജസ്ഥാൻ, 10 പഞ്ചാബ്, 11 ഹിമാചൽ പ്രദേശ്, 12 ഉത്തരാഖണ്ഡ്, 13 ഉത്തർപ്രദേശ്, 14 ബീഹാർ ആൻഡ് 15 സിക്കിം ആൻഡ് ലാസ്റ്റ് 16 വെസ്റ്റ് ബംഗാൾ. നോക്കിയേ, ഈ 16 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. അതായത് 7 രാജ്യങ്ങളുമായി കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഈ 16 സംസ്ഥാനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്ക് അകത്തുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഓരോ 7 രാജ്യങ്ങളും ഏതെല്ലാം സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ രാജ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. സോ ശ്രദ്ധിച്ചോണേ. ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് നേപ്പാൾ. സോ നേപ്പാളിലേക്ക് നമ്മൾ പോകുന്നു. നേപ്പാളുമായി ബന്ധപ്പെട്ട് നേപ്പാളുമായിട്ട് അതിർത്തി ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത്? അതും നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാപ്പ് സ്റ്റഡിയിലൂടെ തന്നെയാണ്. സോ നേപ്പാൾ കൃത്യമായി ശ്രദ്ധിക്കുക. നേപ്പാൾ 5 സ്റ്റേറ്റ്സ് ആയിട്ട് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ 5 സംസ്ഥാനങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നേപ്പാൾ മാത്രം ഞാൻ ഇവിടെ എടുക്കുന്നു കേട്ടോ. ശ്രദ്ധിച്ചോണേ, നേപ്പാൾ മാത്രം ഞാൻ എടുക്കുന്നു. നേപ്പാൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാ നോക്കാം. 1 ഉത്തരാഖണ്ഡ്. ശ്രദ്ധിച്ചോണേ, ഉത്തരാഖണ്ഡുമായി നേപ്പാളിന് എന്തുണ്ട്? അതിർത്തി ഉണ്ട്. ദെൻ ശ്രദ്ധിച്ചോണേ, ഉത്തർപ്രദേശ്. അടുത്ത നോക്കിക്കോണേ, ബീഹാറുമായി അതിർത്തി പങ്കുവെക്കുന്നു. 3 എണ്ണമായില്ലേ. 4ാമത്തോടെ ശ്രദ്ധിച്ചോണത് ഇവിടെ ചെറുതായിട്ട് വെസ്റ്റ് ബംഗാൾ. യെസ്, വെസ്റ്റ് ബംഗാളുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി ഉണ്ട്. ഇനി 5 നോക്കിക്കോണേ, സിക്കിം. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ നേപ്പാളുമായി 5 സംസ്ഥാനങ്ങളാണ്. ഒന്നുകൂടി പറയാം. ഉത്തരാഖണ്ഡ്, 2 ഉത്തർപ്രദേശ്, 3 ബീഹാർ, 4 വെസ്റ്റ് ബംഗാൾ ആൻഡ് 5 സിക്കിം. ക്ലിയർ ആണല്ലോ. നേപ്പാളുമായിട്ടുള്ളത് നമ്മൾ പഠിച്ചു. ഇനിയും കിടക്കുന്നുണ്ട് 6 രാജ്യങ്ങൾ അല്ലെ. അടുത്ത രാജ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത രാജ്യം നേപ്പാളിന് ശേഷം ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 5 സ്റ്റേറ്റ്സ്, 5 സ്റ്റേറ്റ്സ്. ബംഗ്ലാദേശും ഇന്ത്യയിലെ 5 സ്റ്റേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കുവെക്കുന്നു. ഇനി ബംഗ്ലാദേശിലേക്ക് നമുക്ക് പോവാം. ബംഗ്ലാദേശിൽ കിടക്കുന്നു. ഓക്കെ, ബംഗ്ലാദേശ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. 5 സ്റ്റേറ്റുകൾ ഏതൊക്കെയാ നോക്കി. 1 നോക്കിക്കോണേ. 1 സോ 1 വെസ്റ്റ് ബംഗാൾ, 2 അസം, 2 അസം, 3 മേഘാലയ, മേഘാലയയും ബംഗ്ലാദേശുമായിട്ട്. ഓക്കെ, വീണ്ടും അസം തന്നെയാണ്. അടുത്തത് 4 ത്രിപുര, 4 ത്രിപുര,
5 മിസോറാം. 5 മിസോറാം. ഓക്കെ. സോ വീണ്ടും ശ്രദ്ധിക്കുക, 5 സംസ്ഥാനങ്ങളുമായിട്ട് ബംഗ്ലാദേശ് എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നേപ്പാൾ നമ്മൾ പറഞ്ഞു 5 എണ്ണം, ബംഗ്ലാദേശ് നമ്മൾ പറഞ്ഞു 5 എണ്ണം. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ഒന്നുകൂടി ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നേപ്പാളും മറ്റൊന്ന് ബംഗ്ലാദേശുമാണ്. രണ്ടും 5 സംസ്ഥാനങ്ങളുമായിട്ട്, ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് ചൈനയിലേക്ക് നമുക്ക് പോകാം. ചൈന ശ്രദ്ധിച്ചോണേ, ചൈന വിത്ത് 4 സ്റ്റേറ്റ്സ്, വിത്ത് 4 സ്റ്റേറ്റ്സ് ആൻഡ് ശ്രദ്ധിച്ചോണേ 1 യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറി ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പൊ നോക്കിക്കോണേ, 4 സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറിയാണ് എന്ത് ചെയ്യുന്നത്, ചൈന എന്ത് ചെയ്യുന്നത്, ചൈന അതിർത്തി പങ്കുവെക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് ശ്രദ്ധിച്ചോണേ, ഹിമാചൽ പ്രദേശ് ചൈനയുമായി ബന്ധപ്പെട്ട്, 2 ഉത്തരാഖണ്ഡ്. അപ്പൊ 2 സ്റ്റേറ്റ്സ് ആയാലോ, 1 2. ഓക്കെ. 3 സിക്കിമാണ്. സിക്കിമാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്. 4ാമത്തെ സ്റ്റേറ്റ് ശ്രദ്ധിക്കുക, അതാരാണ്, അരുണാചൽ പ്രദേശാണ്. 4 അരുണാചൽ. ഓക്കെ. സോ ഒരു യൂട്ടി നമ്മൾ പറഞ്ഞു, ആ ഒരു യൂട്ടി അത് ലഡാക്ക് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ 4 സ്റ്റേറ്റ്സും ഒരു യൂണിയൻ ടെറിട്ടറി. 4 സ്റ്റേറ്റുകൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ 4 സ്റ്റേറ്റുകളും യൂട്ടി ആയിട്ടുള്ള ലഡാക്കുമാണ് ഇതിന്റെ ഉത്തരം. അടുത്ത രാജ്യത്തിലേക്ക് നമുക്ക് പോവാം, ഭൂട്ടാൻ. വിത്ത് ഭൂട്ടാൻ 4 സ്റ്റേറ്റ്സ്. 4 സ്റ്റേറ്റ്സ് ആണ് ഭൂട്ടാനുമായിട്ട് എന്ത് ചെയ്യുന്നത്, അതിർത്തി പങ്കുവെക്കുന്നത്. നമുക്ക് ഭൂട്ടാൻ മാത്രം എടുത്ത് നമുക്ക് നോക്കാം. ഭൂട്ടാൻ. ഓക്കെ ആണല്ലോ. 4 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോണേ. 1 സിക്കിം. ഓക്കെ. 2 ഇവിടെ ശ്രദ്ധിക്കുക, 2 വെസ്റ്റ് ബംഗാൾ, 3 അസമാണ്, 4 അരുണാചൽ പ്രദേശാണ്. 4 സ്റ്റേറ്റുകളായില്ലേ. 1 സിക്കിം, 2 വെസ്റ്റ് ബംഗാൾ, 3 അസം ആൻഡ് 4 അരുണാചൽ പ്രദേശ്. അപ്പൊ ഭൂട്ടാനുമായി അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 4. ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചോണേ, സിക്കിമും വെസ്റ്റ് ബംഗാളും അസമും അരുണാചൽ പ്രദേശും. ഓക്കെ. അടുത്ത രാജ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത രാജ്യം മ്യാൻമാർ ആണ്. മ്യാൻമാറും ഇന്ത്യയിലെ 4 സ്റ്റേറ്റ്സ് ആയിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മ്യാൻമാർ അതിർത്തി പങ്കുവെക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ. 1 അരുണാചൽ പ്രദേശ്, 2 നാഗാലാൻഡ്, 3 മണിപ്പൂര്, 4 മിസോറാം. കൃത്യമായി ശ്രദ്ധിച്ചോണേ. 1 അരുണാചൽ പ്രദേശുമായിട്ട്, 2 നാഗാലാൻഡുമായി, 3 മണിപ്പൂരാണ്, 4 മിസോറാമാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ മ്യാൻമാർ 4 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നു. അടുത്ത രാജ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത രാജ്യം പാകിസ്ഥാൻ. പാകിസ്ഥാൻ ശ്രദ്ധിച്ചോണേ, 3 സ്റ്റേറ്റ്സ്, 3 സ്റ്റേറ്റ്സ് പ്ലസ് 2 യൂട്ടീസ്, 2 യൂണിയൻ ടെറിട്ടറികൾ. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 സംസ്ഥാനങ്ങൾ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവെക്കുന്ന 3 സംസ്ഥാനങ്ങൾ. 1 ഗുജറാത്ത്, 2ാമത്തെ സംസ്ഥാനം ശ്രദ്ധിച്ചോണേ, 2 ഇവിടെ രാജസ്ഥാൻ, 3 കൃത്യമായി ശ്രദ്ധിക്കുക, 3 പഞ്ചാബ് ആണ്. ഓക്കെ. ഇനി 2 യൂട്ടി അല്ലേ നമ്മൾ പറഞ്ഞത്, 1 ജമ്മു ആൻഡ് കാശ്മീര്, 1 യൂട്ടി. ഓക്കെ. 2 ലഡാക്ക്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 3 സ്റ്റേറ്റും 3 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. അടുത്ത രാജ്യത്തിലേക്ക് ഞാൻ പോകുന്നു, അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ ഒരേ ഒരു യൂട്ടിയുമായി മാത്രമേ, ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശവുമായി മാത്രമേ അതിർത്തി പങ്കുവെക്കുന്നുള്ളൂ. ഇവിടെ മാത്രം ശ്രദ്ധിച്ചോണേ, ഇത് മാത്രം, ഇവിടെ മാത്രം, ഒരേ ഒരെണ്ണം, വേറെ എവിടെയില്ല. ലഡാക്കുമായി മാത്രമേ അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്യുന്നുള്ളൂ, അതിർത്തി പങ്കുവെക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ കൃത്യമായി ശ്രദ്ധിച്ചോണേ, 16 സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്, 16 സംസ്ഥാനങ്ങൾക്ക് അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. ഇതിലെ 7 രാജ്യങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളുമായി, ഏതെല്ലാം സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം. നോക്കുക, 2021 ചോദിച്ചൊരു ചോദ്യമാണ്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്: ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്.
അപ്പോ ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് തന്നെ അറിയാം. നമ്മളിപ്പോ പഠിച്ചതാണ് നേപ്പാളുമായിട്ട് ഏതൊക്കെയാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ചോദ്യം ഇതാണ്, നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം. അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ എവിടെ വേണമെങ്കിൽ വരാം. ഓക്കെ, ഇപ്പൊ ഭൂട്ടാനുമായിട്ട് ചോദിക്കാം, മ്യാൻമാറുമായിട്ട് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. ഇതിൽ വന്നിരിക്കുന്ന നേപ്പാളാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഉത്തരം കമന്റ് ചെയ്യാം. കഴിഞ്ഞില്ല, നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി നോക്കാം. നോക്കിക്കോണേ, പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? നോക്കുക, 10th പ്രിലിംസിന് 2021 ചോദിച്ച ചോദ്യമാണ്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്: പാകിസ്ഥാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ചൈന. അപ്പൊ ഈ 2 ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം. താങ്ക് യു.